അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഉലൂമുദ്ദീനിന്റെ വർക്ക് ബുക്കിന്റെയും 12ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ചില പോയിന്റ്സുകൾ വായിക്കാം. 1. പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിന്റെ വുജൂദ് വിശദീകരിക്കുന്നു. രണ്ടാമതായി അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വിവരിക്കുന്നു. 3. ഭയഭക്തിയോടെ ജീവിക്കുന്നു. 4. നന്മകൾ വർദ്ധിപ്പിക്കുന്നു. 5. തിന്മകൾ വർജിക്കുന്നു. 6. വാചകങ്ങൾ നിർമ്മിക്കുന്നു. 7. മാതൃക പോലെ അറബിയിൽ കവിത രചിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഹുവല്ലാഹുൽ ഖാലിഖ്, അള്ളാഹുവാണ് സൃഷ്ടാവ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ഹായ് നോക്കൂ, നമ്മുടെ മുല്ല വിടർന്നു, പൂമ്പാറ്റകളെത്തി. എന്തൊരു ഭംഗി! പൂമ്പാറ്റയ്ക്ക് ഈ പുള്ളിയുടുപ്പ് എവിടെന്നാണ് കിട്ടിയത്? നാജിയ ചോദിച്ചു. ഉമ്മ, മോളെ, അതിന് അല്ലാഹു തആല അങ്ങനെയാണ് പഠിച്ചത്. സുഗന്ധം പരത്തുന്ന പൂക്കൾ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ, പാലളി വിതറുന്ന അമ്പിളി, എല്ലാം പടച്ചത് അല്ലാഹു തആലയാണ്. രാവിലെ സൂര്യനുദിക്കുന്നു, അതോടെ പകൽ തുടങ്ങുന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു, അപ്പോൾ രാത്രിയാകുന്നു. ഇതെല്ലാം അല്ലാഹു തആല സൃഷ്ടിയാണ്. വെയിൽ നൽകുന്നതും മഴ വർഷിപ്പിക്കുന്നവൻ തന്നെ. ഈ ഭൂമിയും അതിലെ ജീവജാലങ്ങളുമെല്ലാം അവൻ പഠിച്ചതാണ്. എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നത് അവനാണ്, പരിപാലിക്കുന്നതും അവൻ തന്നെ. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ ഏകനാണ്. അവനെപ്പോലെ ആരുമില്ല, അവൻ ഒരാളെ പോലെയുമല്ല. അവൻ അന്യാശ്രയമില്ലാത്തവനാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവൻ എല്ലാം അറിയുന്നവനും എല്ലാം ചെയ്യാൻ കഴിവുള്ളവനുമാണ്. അല്ലാഹു തആല നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും ലഭിക്കും. ഹുവല്ലാഹുൽ ഖാലിഖ്, അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. നമുക്കൊന്ന് വേർഡ് മീനിങ് വായിക്കാം. പൂമ്പാറ്റ, ബട്ടർഫ്ലൈ. മിന്നിത്തിളങ്ങുന്ന, സ്പ്രിംഗ്ലിംഗ്. സൂര്യോദയം, സൺറൈസ്. ഭംഗി, ബ്യൂട്ടി. താരങ്ങൾ, സ്റ്റാർസ്. അസ്തമയം, സൺസെറ്റ്. സുഗന്ധം, ഫ്രാഗ്രൻസ്. അമ്പിളി, മോൺ. മഴ വർഷിപ്പിക്കുക, റൈനിങ്. ജീവജാലങ്ങൾ, ക്രിയേച്ചേഴ്സ്. അന്യാശ്രയമില്ലാത്തവൻ, ഇൻഡിപെൻഡന്റ്. ദഫ്തർ തോലിബ് നോക്കി വർക്ക് ചെയ്യുക. നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ വർക്ക് എന്താണ്? നുകമ്മിലു വനഖറു വനക്തുബു. ഫില്ല് ചെയ്തിട്ട് വായിച്ചിട്ട് എഴുതാനാണ്. അല്ലാഹു തആല, അള്ളാഹുവിനെ കുറിച്ചാണ് എഴുതേണ്ടത്. അല്ലാഹു തആല എല്ലാം പഠിച്ചു. അല്ലാഹു തആല ആകാശം പഠിച്ചു. അല്ലാഹു തആല മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ പഠിച്ചു. അല്ലാഹു തആല സൂര്യൻ പടച്ചു. അല്ലാഹു തആല ഭൂമി പടച്ചു. അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നു. അല്ലാഹു തആല ജീവജാലങ്ങളെല്ലാം പടച്ചു. ഇത് രണ്ടാമത് നോക്കൂ. ഇതും അല്ലാഹു തആലയെ കുറിച്ചാണ്. എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നവൻ അല്ലാഹു തആല, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവൻ അല്ലാഹു തആല, ഏകനാണ് അല്ലാഹു തആല, അന്യാശ്രയമില്ലാത്തവൻ അല്ലാഹു തആല, എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹു തആല, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു തആല, എല്ലാം അറിയുന്നവൻ അല്ലാഹു തആല. രണ്ടാമത്തെ വർക്ക് നുജീബ്, ഉത്തരമെഴുതുക. ചോദ്യം 1. അല്ലാഹു തആലയുടെ വിശേഷണങ്ങളിൽ 3 എഴുതാം. 1. അല്ലാഹു അല്ലാതെ ഇലാഹില്ല. 2. അവൻ ഏകനാണ്. 3. അവനെപ്പോലെ ആരുമില്ല. ചോദ്യം 2. അല്ലാഹു തആല സൃഷ്ടികളിൽ 5 പേര് എഴുതാം. 1 ആകാശം, 2 ഭൂമി, 3 മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ, 4 സൂര്യൻ, 5
പാലൊളി വിതറുന്ന അമ്പിളി. ഇനി മൂന്നാമത്തെ വർക്ക് നുൻഷിൽ ജുമൽ, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഒന്ന് താരങ്ങൾ, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, സെന്റൻസ് ഉണ്ട്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ. 2 അമ്പിളി, പാലൊളി വിതറുന്ന അമ്പിളി. 3 ജീവജാലങ്ങൾ, ജീവജാലങ്ങൾ അല്ലാഹു പടച്ചു. 4 സുഗന്ധം, സുഗന്ധം പരത്തുന്ന പൂക്കൾ. 5 തുടങ്ങുന്നു, സൂര്യൻ ഉദിക്കുന്നതോടെ പകൽ തുടങ്ങുന്നു. ഇനി നാലാമത്തെ വർക്ക് നുൻഷിദു വനഹ്ഫുള്, പാട്ട് പാടാനാണ്. അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യഹ്ദീന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യർസുഖ്ന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യർഹമുന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി നഷ്കുറുഹു, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി നദ്ഉഹു. അല്ലാഹു തആല നമ്മെ അവന്റെ പൂർണ്ണ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.